Next, it's Team B on stage. ഓ മണി 11 എൻ്റെ പൊന്നോ. ഇന്നാണല്ലോ അവന്മാർക്കൊക്കെ സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ കിലുക്കാർ 5-6 പെമ്പിള്ളേരെ എടുത്തിരുന്നു. ഇതുങ്ങളൊന്നും കാണാനും ഇല്ല. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എടുത്തോണ്ടായിരുന്നല്ലോ, അവൻ എങ്ങോട്ട് പോയടാവേ? അയ്യോ, അത് നമ്മളെ കിലുക്കാർ പറഞ്ഞ പെണ്ണല്ലേ, മള ബിന്ദുജ. അയ്യോ, കൂടെ നമ്മൾ ആരുണല്ലേ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. മറ്റേ ഓർക്കസ്ട്ര എത്തിയോടാ? ഓർക്കസ്ട്ര എന്തോ ഓർക്കസ്ട്ര എത്തിയോ? ഓട്ടോറിക്ഷപ്പം വരും. എടാ അതല്ലടാ, അതൊക്കെ ഇപ്പൊ എത്തും. ഇവിടെ ഒരുത്തം വന്നിരിപ്പുണ്ട്, നല്ല ഗെറ്റപ്പിൽ വന്നിരിപ്പുണ്ട്. ഞാൻ അവനെ കയറ്റി വിടട്ടാ. ആണോ? സ്ക്രീൻ ടെസ്റ്റ് മനസ്സിലായില്ല. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയൽ, അത്തരത്തിലുള്ള ചീപ്പ പരിപാടികൾ ഒന്നും പോയിട്ടില്ല. നാടകം. ഞാൻ സ്റ്റേജ് പരിപാടിയിൽ കയറാറില്ല. ആരടാ നീ? ചാൻസ് ചോദിച്ചൊന്നേ. അതിനാണ് ഇത്ര ഗെറ്റപ്പ്. ഷർട്ട് ഒരു പുറത്തിടാ. ഞാനായിട്ടിട്ടില്ല അകത്ത്. അവിടെ മാമൻ പറഞ്ഞ് ഇങ്ങനെ വന്നാലേ കയറ്റി. ഇത് മിന്നും താരത്തിന്റെ ഷൂട്ടിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ആരെയൊക്കെ എടുക്കും? സുമേഷ്, സുനിൽ, വാസന്തി, വിനു എല്ലാരും എടുക്കും. ഇതൊക്കെ ആരുടെ പുതിയ സിനിമ നടന്മാരതൊക്കെ? എന്റെ ചേച്ചിയുടെ ചേട്ടന്റെ മക്കളാണ്. എടുപ്പല്ല, സിനിമയില്ല, സിനിമ നടന്മാരെടുക്കാനുള്ള കഴിവാണ്. ഉണ്ടാ എനക്ക്? പിന്നല്ലാതെ യാത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പ എടുത്തരാന്ന് ചോദിച്ചാൽ ആരെടുക്കും? ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ പറയണ മോഹൻലാൽ എടുക്കാം. ഞാൻ മോഹൻലാലിനെ എടുത്തിട്ട് വരാം. പിടിക്കണോ? അയ്യോ, ഇനി നീ ഇവിടെ നിന്ന് എനിക്ക് നീ പ്രശ്നമാവും. ഓട്, വീട് വെച്ച്. ഇല്ല, ഞാൻ നല്ലൊരു അവതരിപ്പിക്കുമല്ലേ. വീട്ടില് പട്ടിണിയാണ് സാറേ. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അമ്മയൊക്കെ പറഞ്ഞ നല്ല ഒത്തി അഭിനയിക്കുന്ന. ചേട്ടാനും പറഞ്ഞ നീ ഒന്നും കൂടെ ആരെങ്കിലും കൂടെ എടുത്തിട്ട് വരാം. ഞാൻ മമ്മൂട്ടി എടുത്തിട്ട് വരാമേ. ആ 3 പദത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ചന്ദ്രൻ തൊപ്പിക്കാൻ പറ്റില്ല. വീടത്ത് ഇപ്പം പോയ വീട്ടിലെത്താം. എന്റെ വീടിന്റെ അടുത്ത് ഒരുത്തോണ്ട്, അവൻ ചാന്ത് കഴിക്കാൻ വേണ്ടി. നീ ചെന്ന് ഇട്ടുവിടാ, ഇട്ടുവിടും. വീട് വെച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ എന്തൊരു ചെയ്യാം? എന്നെ പരിപാടി വെറൈറ്റി വേണം. ഒരാളെയും കൂടെ എടുക്കും. ഒരാളെ കൂടെ ആരെടുക്കും നിങ്ങൾ? വെറൈറ്റി വേണം. ജഗദീഷ് സാറതോ ഇരിക്കേണ്. വെവിളിത്തന്നെ കാണിച്ച് ഇങ്ങോട്ട് എഴിച്ചു വരും. ചവിട്ടി പിടിച്ചിട്ട് 4 കയറി. ഒന്നവിടെ ഒന്നില്ല. അവിടെ ആയിട്ട് തേച്ചളയും നിന്നെ. ഒന്ന് പറയണ്ട, ഞാൻ എടുക്കാന്ന് പറയണ്ട. ഇപ്പൊ എടുത്തിട്ട് വരാമേ. ശരി. എന്താ ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ഇട്ടിരിക്കുന്നവരെ എപ്പം പിള്ളേർക്ക് ഇഷ്ടമല്ലേ? ഇവരെ ഞാൻ തന്നെ പറഞ്ഞു. നിർത്തി. സിനിമ നടന്മാരെ എടുക്കണ നിർത്തി. ഞാൻ വെറൈറ്റി കാണിക്കാം. ഇന്ത്യയിൽ ആരും കാണിച്ചിട്ടില്ലാത്ത സാധനം. ചേട്ടാ, റോക്ക് മ്യൂസിക് ചെയ്യും ചേട്ടാ. അതോടെ എടുത്തിട്ട് നീ വീട്ടിൽ പോണം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കൂടെ ചുമക്കും. അപ്പം മറ്റേ മൂസക്ക് ചേട്ടാ അതൊന്ന് ഇട്ട് കൊടുക്കണേ. ആ സാധനം ആ സംഭവം കേട്ടോ. പെടുന്നിട്ടോ. ശരി. Now let's see the skit of Team C. ഹായ്, എന്താ സംബന്ധത്തെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കൊരു കുളിരാ. അത് ബാല്യക്കാരൻ്റെ ആയാലും ഒരു സുഖം അങ്ങനെ വരിക. സംബന്ധത്തിന് പോകുമ്പോ ഏത് പാട്ടാ മനസ്സിലങ്ങനെ ചേർന്നത്? നമ്മുടെ ജാസി ഭാഗവതരുടെ പാട്ട് എങ്ങനെയായാലോ? നിന്റെ മീഴി മൂന്ന
അതെ വള്ളി ആ വള്ളി ആ ഇവിടെ വരിക. ഓ ഈ ഒരു കൃത്യനിഷ്ഠില്ലാത്ത ഒരു ജന്തു ഇവിടെ വരിക. എന്താണോ ഇത്? എന്തൊരു മുണ്ട ശപ്പ നമ്മുടെ മുണ്ടെടുത്ത് കൊടുക്കുക. ഒരു വൃത്തിയും എടുപ്പിനങ്ങോട്ട് പോവുക. ചെല്ല പറഞ്ഞങ്ങോട്ട് കേക്കൂ. ഓ ഇതുപോലൊരു മണ്ടൻ. ഓ എന്താ നോക്കാം സംബന്ധം അങ്ങനെ ഓർക്കുമ്പോ ഒരു കുളിര. സമയം പോണു. രാഹുകാലം കഴിഞ്ഞ അങ്ങോട്ട് ഇറങ്ങുക. ഓ കുട്ടികൃഷ്ണ അവിടെ ചെന്ന് മണ്ടത്തരങ്ങളൊന്നും അങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. നോ പറയണ പോലെ അങ്ങടെ അനുസരിക്കുക. പെണ്ണിനെ കാണുക, അങ്ങട നിശ്ചയിക്കുക. എല്ലാം ഓക്കെ. ഗോപാല ഒന്ന് നിക്ക. ഇവിടെ വരിക. നോ ഒരു സംബന്ധത്തിനായിട്ട് പോവാണേ. നമ്മുടെ വേഷഭൂഷാദികൾ എങ്ങനെ ഇരിക്കണു? ഭംഗിയായിട്ടില്ലേ? അതെ ഇയാളറിയോ? കുട്ടികൃഷ്ണൻ കഥകളിയിൽ ബഹുഗേമൻ, നമ്മുടെ ബാല്യക്കാരനാ. ഇയാളിതുണ്ട് എന്തൊരു ഭംഗിയാ അല്ലേ? ഇയാളിതുണ്ട് നമ്മുടെ ഉണ്ട്. ആൾക്കാരോടൊക്കെ പറഞ്ഞെടുക്കും തിരുവല്ല ഉണ്ടാകുന്നത് എനിക്ക് നാളെ കേടല്ലേ. കുട്ടികൃഷ്ണന് അതൊരു മോശമായി തോന്നിയോ? നാം മനഃപൂർവ്വം അല്ല, ക്ഷമിക്കുക. നോം അടുത്ത അവസരത്തില് ഇതങ്ങനെ തിരുത്തി കുട്ടികൃഷ്ണന് മനസ്സിന് സന്തോഷമായ കാര്യമാണ് പറയണ്ടേ. എന്താ നടക്കുക? അരവിന്ദ ഓ പീതാംബര നിക്ക നിക്ക. ഇവിടെ വരിക. നോ ഒരു സമ്മതത്തിന് പോവാടേ. നമ്മുടെ വേഷഭൂഷാദികൾ എങ്ങനെ ഇരിക്കണു? ഭംഗിയുണ്ട് അല്ലേ? എന്താ തുറച്ചുകൂടെ? ഇയാൾ അറിയില്ലേ? കുട്ടികൃഷ്ണൻ കഥകളിയിൽ ബഹുഗേമൻ, നമ്മുടെ വൃത്തിന. ഇയാളിതുമുണ്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗി അല്ലേ? ഇയാളിതുമുണ്ട്. ഇയാളുടെ കൊണ്ട് തന്നെ എന്താ ഉണ്ടായിരുന്നു പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടുത്തെ ഉണ്ടല്ലേ, പിന്നെ എന്തിനാ പറയണേ? എന്നെ നാളെ കെടുത്തുമല്ലേ. നമ്മോടൊന്ന് ക്ഷമിക്കുക. അതിനങ്ങോട്ട് പ്രാശ്ചിത്തം അങ്ങോട്ട് ചെയ്യണ്ടേ. നടക്കുക. വിഷമൊന്നും വേണ്ട കേട്ടോ. അരവിന്ദ നയന ഇതാരെ പോണേ? ഭാസ്കരനോ ഇവിടെ വരിക. ഭാസ്കര എങ്ങോട്ടേ ധൃതി പിടിച്ചേ? ഓ ഒരു സംബന്ധത്തിന് പോവാണേ. ഭാസ്കരൻ കണ്ടില്ലാന്നുണ്ടോ? നമ്മുടെ വേഷഭൂഷാദികൾ എങ്ങനെ ഇരിക്കണോ? ഭംഗിയുണ്ട് അല്ലേ? ഇയാൾ അറിയില്ലേ? കുട്ടികൃഷ്ണൻ കഥകളിയിൽ ബഹുഗേമൻ, നമ്മുടെ ബാല്യക്കാരനാ. ഓ ഇവനൊരു സംബന്ധം അങ്ങനെ ആലോചിക്കാൻ പോവാണേ. ഇവിടെ ഇതുമുണ്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗി അല്ലേ? ഇവിടെ ഇങ്ങനെയുണ്ട്. എന്റെ മുണ്ടുമല്ല, ഇവന്റെ മുണ്ടുമല്ല. ഇനി പുന്നപ്ര മധു VD രാജപ്പനായി നമ്മുടെ മുന്നിൽ എത്തുന്നു. കലാശേഖരൻ എന്റെ കഥയുടെ പേര്, എന്റെ പേര് രാജപ്പൻ. വെറും രാജപ്പനല്ല, VD രാജപ്പൻ. കലാശേഖരൻ എന്റെ കഥയുടെ പേര് അമിത്. അഞ്ചന്റെ പേര് കലാശേഖരൻ. കലർന്ന് കീറ്റരുതേ നാട്ടാരെ, വലിച്ചൂരരുതേ നാട്ടാരെ. അയ്യോ കല്ലെടുത്തു കീറ്റരുതേ